വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ന്യൂയോർക്ക് സിറ്റിയാണ്. സോ നമ്മൾ കഴിഞ്ഞ ദിവസം നയാഗ്ര ഫോൾസ് കണ്ടു കഴിഞ്ഞിട്ട് വന്നു. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കാണാൻ മറക്കരുത്, കാണണേ. സോ ഇന്ന് നമുക്ക് ന്യൂയോർക്ക് സിറ്റി കാണാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ന്യൂയോർക്കിനുള്ള പെൻ സ്റ്റേഷനാണ്. സോ ന്യൂയോർക്കിൽ കുറേ പബ്ലിക് ട്രാൻസ്പോർട്ട് അവൈലബിൾ ആണ് കമ്പയർ ടു അയവയിലൊന്നും ഇല്ല. ഇവിടെ പക്ഷേ പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര ബിസി സിറ്റിയാണ്. എനിക്ക് അതൊന്നും അറിയില്ല ന്യൂയോർക്കിനെ കുറിച്ച്. നോക്കാം നമുക്ക്. ഞാൻ കപ്പിൾ ഓഫ് ടൈം വന്നിട്ടുണ്ട് ഇവിടെ, പക്ഷേ നമുക്ക് ഒരുമിച്ച് പ്രാവശ്യം കാണാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നിങ്ങളെ ഈ സബ്വേയും ട്രെയിനൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. തിരിഞ്ഞിട്ട് പറഞ്ഞു എസ്കലേറ്റർ കയറുമ്പോൾ പറഞ്ഞു. അതിന് പറയില്ല, നാളെ അതാ ഒരുമിച്ച് പറഞ്ഞു. കയറുമ്പോൾ പറഞ്ഞു. അതാ അങ്ങോട്ട് നമ്മളിപ്പോ എവിടെയാ ഒക്യുലസിൽ വന്നിരിക്കുകയാണ്. വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഒക്യുലസ്. അപ്പോൾ ന്യൂജേഴ്സി ടു ന്യൂയോർക്കിലോട്ട് വരുന്നത് പാത്ത് എന്ന് പറഞ്ഞ ട്രാൻസിറ്റ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ന്യൂജേഴ്സിനെ ന്യൂയോർക്കിലോട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ ഒക്യുലസിലെത്തി. ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് ഇനി ന്യൂയോർക്ക് സിറ്റി ഫുൾ ചുറ്റാനായിട്ട് നമ്മൾ സബ്വേ യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, ബുദ്ധിമുട്ട് ഇത്ര ബുദ്ധി എനിക്ക് എവിടെ. സോ നമ്മളിപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ മെട്രോ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാം. പക്ഷെ നമ്മൾ ആദ്യം പോകുന്നത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫെറി ചെയ്യാനാണ്. എന്നിട്ട് അവിടെ ഫെറിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് ഇവിടെ വരുമ്പോൾ ഈ സംഭവം വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടിട്ട് പോകാനാണ് പ്ലാൻ. എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കും വെയിലൊക്കെ കുറയും. അപ്പം നടന്ന് കാണാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്നാണ് നമ്മളുടെ ഗൈഡ് പറഞ്ഞത്. നെക്സ്റ്റ് നമ്മൾ WTC കോട്ട്ലാൻഡ് സ്റ്റേഷനിൽ നിന്ന് സൗത്ത് ഫെറിയിലോട്ട് പോകുന്നത്. അവിടെയാണ് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. കറക്റ്റ്. ലെറ്റ്സ് ഗോ. സോ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ഒക്കുലസ്. ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ബേർഡ് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പറന്നു പോകുന്ന പോലെയാണ് കേട്ടോ, വിച്ച് സിംബലൈസസ് ഹോപ്പ് ആൻഡ് റീബർത്ത്. ഈ ഒക്കുലസ് പല സ്ഥലത്തേക്ക് പോകാൻ ഉള്ള സബ്വേകളുടെ ഒരു ഹബ്ബാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ഷോപ്സും കാര്യങ്ങളും, ഒരു മോള് പോലെയാണ് ഈ ഒക്കുലസ്. നമ്മൾ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അകത്ത് നിന്ന് വേറൊരു മെട്രോ എടുത്തിട്ട് നമ്മളിനി പോകാൻ പോകുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഫെറിയിലേക്കാണ്. അവിടെ പോയി സ്റ്റാച്യു ഓഫ് ലിബർട്ടി എനിക്കൊരു ടിക്കറ്റ് എടുക്കണം, ആ ബോട്ട് ടൂറിന്. അകത്ത് കയറി കാണാനില്ലായിരിക്കും നമ്മൾ. എന്നാൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും കാണാനില്ല. അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക, എങ്ങനെയാണ് അതിവിടെ കിട്ടിയതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ അല്ല, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അങ്ങനെ നമ്മൾ സബ്വേ ഒക്കെ കയറി സ്റ്റാറ്റൻ ഐലൻഡിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ട് എടുത്ത് പോകണ്ട, നമുക്ക് ഫെറി തന്നെ യൂസ് ചെയ്തിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാമെന്ന്. സോ ഫെറി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്. സോ ഇത് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് നമ്മുടെ സാധാരണ ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഫെറിയാണ്.
അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് ലൈനൊക്കെ നിന്ന് ബോട്ട് വന്നു കഴിയുമ്പോൾ നമ്മളെ ആ ബോട്ടിലേക്ക് കയറ്റി വിടും. സോ ബോട്ടിന് 2 എന്താ പറയുക ലെവൽസ് ഉണ്ട്, താഴെയും മുകളിലും. സോ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഓപ്പൺ വ്യൂ ആണ്, അത്ര കവേർഡൊന്നുമല്ല. സോ നല്ല വ്യൂ കിട്ടും നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ. താഴെ ആകുമ്പോൾ കുറച്ചും കൂടെ കവേർഡാണ്, പക്ഷേ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. സോ നമുക്ക് അവിടെ പോയി നിന്ന് നന്നായിട്ട് കാണാൻ പറ്റും. സോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പ്രായമായവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഇരുന്ന് കാണാം സമാധാനമായിട്ട്, അല്ലെങ്കിൽ മുകളിൽ പോയാലും കാണാം. നമ്മൾ താഴെയും മുകളിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി മാറിയൊക്കെ നടന്ന ഇത് കണ്ടത് മൊത്തം. സോ നമ്മൾ ന്യൂയോർക്കിൽ മെട്രോ ഇറങ്ങിയിട്ട് സ്റ്റാറ്റൻ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഫെറി എത്തും. സോ ഈ ഫെറി നമ്മൾ പോകുന്നത് ശരിക്കും ഒരു ട്രാൻസ്പോർട്ട് ഫെറിയാണ്. ഇതൊരു ടൂർ ബോട്ടിംഗ് ഒന്നുമല്ല. അപ്പം നമുക്ക് ഇതാണെങ്കിൽ ഫ്രീ ആണ്. ടൂറിസ്റ്റ് ബോട്ടിംഗ് $50 per person എന്തോ അടിക്കണം. നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുകയും ചെയ്യാം, പക്ഷേ ഫ്രീ ആയിട്ട് വന്ന് കാണുകയും ചെയ്യാം. സോ അതിന് അധികം പൈസ ഒന്നും മുടക്കണ്ടാലോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണണമെങ്കിൽ ഇതാണ് ഏറ്റവും എന്താ പറയുക നല്ല ഓപ്ഷൻ. ആക്ച്വലി 3 of കോസ്റ്റിനും ഏകദേശം നല്ല അടുത്തൊക്കെ വരും നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അതായത് ടൂറിസ്റ്റ് കാശ് എടുത്തിട്ടുള്ള ബോട്ടിംഗ് ടൂറൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ വരെ കൊണ്ടുപോകാറ്. പക്ഷെ താഴെ പോയി കഴിഞ്ഞാൽ അത്രയും വലിയ സ്ഥലത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ കാണാനൊന്നും പറ്റില്ല. പിന്നെ അവിടെ ഇറങ്ങുന്ന സംഭവമൊക്കെ ഉണ്ട്. അതിലാണെങ്കിലും അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എങ്ങനെ അതിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള മ്യൂസിയൊക്കെ ഉണ്ടെന്നുള്ളൂ അതിനകത്ത്. അതൊക്കെ കാണണമെങ്കിൽ ടൂറിസ്റ്റ് ഫെറിയൊക്കെ എടുത്ത് പോകേണ്ടി വരും. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരിക്കും. സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഹിസ്റ്ററി ആയാലോ. സോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആദ്യമായിട്ട് US-ലെത്തുന്നത് 1886 ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്ന് ഗിഫ്റ്റായിട്ടാണ്, ടു സെലിബ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫ്രീഡം. ആൻഡ് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഈഫൽ ടവർ ഡിസൈൻ ചെയ്ത സെയിം എൻജിനീയറാണ്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് 93 മീറ്റർ ടോളാണ്. ഈ സ്റ്റാച്യു കാണുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അവരുടെ കയ്യിലെ ടോർച്ച് ആൻഡ് ദെൻ അവർക്കൊരു കിരീടമുണ്ട് ആൻഡ് അവരുടെ കയ്യിലൊരു ബുക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. സോ അത് ബുക്കല്ല, ഇറ്റ്സ് കോൾഡ് ടാബ്ലറ്റ്. ആൻഡ് അതിൽ നമ്മുടെ റോമൻ ലെറ്റേഴ്സിൽ അമേരിക്കയുടെ ഇൻഡിപെൻഡൻസ് ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ടോർച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻലൈറ്റ്മെൻറ്റിനെയാണ്. ആൻഡ് ഈ സ്റ്റാച്യുവിൻ്റെ ഫുൾ നെയിം ഇസ് ആക്ച്വലി ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ് എന്നാണ്. പിന്നെ ആ തലയിലെ ക്രൗണിൽ ഒരു 7 സ്പൈക്സ് ഉണ്ട്, വിച്ച് റെപ്രസെൻറ്റ് 7 continents ആൻഡ് 7 seas, സിംബലൈസിങ് ലിബർട്ടി അക്രോസ് ദ വേൾഡ്. സ്റ്റാച്യുവിൻ്റെ ഒറിജിനൽ കളർ ഷൈനി കോപ്പർ ബ്രൗൺ ആയിരുന്നു. പക്ഷേ ഇങ്ങനെ കാലങ്ങളായിട്ടുള്ള ഓക്സിഡേഷൻ മൂലമാണ് അത് ഗ്രീൻ കളറായിട്ടുള്ളത്. ആൻഡ് ദ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ബിക്കെയിം എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇൻ 1984. ഫെറിയൊക്കെ കഴിഞ്ഞ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വേൾഡ് ട്രേഡ് സെൻ്റർ ആണല്ലോ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിന് മുന്നേ അവിടേക്ക് പോകുന്ന വഴിക്ക് നമ്മൾക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ കാണാം, ലൈക്ക് ചാർജിങ് പുൾ. പിന്നെ ന്യൂയോർക്കിൻ്റെ നഗരത്തിൻ്റെ മധ്യത്തിലൂടെ നമുക്ക് നടക്കാം. പിന്നെ അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റിൻ്റെ ബിൽഡിംഗ് ഉണ്ട്, അതൊക്കെ കാണാം. അതും അല്ലാതെ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഫുഡ് കഴിക്കണം അവിടെ നിന്നെങ്കിലും. അതിനുള്ള റെസ്റ്റോറൻറ്റ്സ് നമ്മൾ തപ്പുന്നുണ്ട് പാരലലി. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിൽ കൊണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. പിന്നെ വാൾ സ്ട്രീറ്റ് സ്ഥലത്തേക്കാണ്. അവിടെ നമ്മൾ ചാർജിങ് പുള്ളിനെ കാണാം. സോ ചാർജിങ് പുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അറിയാലോ, വാൾ സ്ട്രീറ്റ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാര്യത്തിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലം. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രണ്ടെണ്ണമാണല്ലോ, പോസിറ്റീവ്
സ്റ്റോക്കും നെഗറ്റീവും. സോ പോസിറ്റീവിനെ എപ്പോഴും ഉള്ളായിട്ടും നെഗറ്റീവിനെ എപ്പോഴും ബെയറായിട്ടുമാണ് കാണുന്നത്. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ എക്കണോമി എപ്പോഴും പോസിറ്റീവായി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ചാർജിങ് പോൾ. സോ ഈ കാണുന്നതാണ് നമ്മൾ ചാർജിങ് ബുൾ. അതിൻ്റെ മുന്നിലും പുറകിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ തന്നെ ഇഷ്ടംപോലെ ക്യൂ ഉണ്ട്. അങ്ങനെ നമ്മൾ അങ്ങനെ നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ ലൈക്ക് ലൈൻ നിന്നൊന്നും ഫോട്ടോ എടുക്കാൻ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് കണ്ടു, ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു. അല്ലാതെ ലൈനൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നെങ്ങും അവിടെ നിന്ന് പോരാൻ പറ്റുന്നൊന്നുമില്ല. അത്രയ്ക്ക് തിരക്കാണ് അവിടെ ലൈനൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി. നമ്മളവിടെ ഒരു 5-10 മിനിറ്റ് നിന്നു. അമ്മയ്ക്കും അച്ഛനും ഫോട്ടോ എടുക്കാനുള്ളതൊക്കെ എടുത്തു. പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നടക്കാൻ തുടങ്ങി. സോ ഇനി നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആ ബിൽഡിംഗ് കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ് നേരെ. സോ ഇപ്പോൾ കാണുന്നതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിൽഡിംഗ്. ആൻഡ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേട്ടോ ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്. ആൻഡ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 11th വാൾ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലാണ്, വിച്ച് ഈസ് നൗ എ ഹിസ്റ്റോറിക് ലൊക്കേഷൻ. ആൻഡ് ഇവിടെ പറയണത് രാവിലെയും വൈകുന്നേരവും ഇതിൻ്റെ ഓപ്പണിങ് ആൻഡ് ക്ലോസിങ് സമയത്ത് അവിടെ ബെല്ലടിക്കാറുണ്ടെന്നാണ്. ലൈക്ക് 9:30 AM ഫോർ ഓപ്പണിങ് ആൻഡ് 4 PM ഫോർ ക്ലോസിങ്. ആൻഡ് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ വാൾസ് ലൈക്ക് സീക്രട്ട് വാൾസ് ഉണ്ടെന്നാണ് പറയുന്നത്. ബിക്കോസ് പണ്ടൊക്കെ ഒന്നും ഡിജിറ്റൽ അല്ലല്ലോ, അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇവിടെ അണ്ടർഗ്രൗണ്ട് വാൾസ് ഉണ്ടെന്നാണ് പറയുക. ലോകത്തുള്ള പല പല കോടീശ്വരന്മാരുടെയും ജീവിതം ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ബിൽഡിംഗ് ആണ്. നന്നായി കണ്ടു. അങ്ങനെ അവിടെ നിന്ന് നടന്ന് നമ്മളുടെ കണ്ടുപിടിച്ച റെസ്റ്റോറൻറ്റ് ഒരു കൊറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്ക് പോവാണ്. എനിക്കെന്താ അങ്ങനെ നമ്മൾ ഫെറി യാത്രയൊക്കെ കഴിഞ്ഞപ്പോൾ തിരിച്ചിതാ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ അവിടെ വന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇവിടെ കുറേ ആനിമൽസിനെ വെച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ഇത് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്ന കുറേ ഇൻ്റർനാഷണൽ ആനിമൽസ് വന്നിട്ട് റൗണ്ട് ടേബിളിൽ ഇരുന്ന് ഡിസ്കസ് ചെയ്യണം, എങ്ങനെ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എങ്ങനെ എക്സ്റ്റൻഷൻ നിർത്തണം, ലൈക്ക് എങ്ങനെ ഇവരെയൊക്കെ എക്സ്റ്റൻഷനിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഡിസ്കഷനാണെന്ന്. അതിനിടയ്ക്ക് 2 ടേബിൾ നമുക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് ഇവർ. സോ ആ ഡിസ്കഷന് നമുക്കും ജോയിൻ ചെയ്യാം എന്നുള്ള പോലെ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഫണ്ണാണ്. ഇവിടെ എല്ലാവരും അതിൻ്റെ മുകളിൽ കയറിയും വായിക്കാത്തിരുന്നും ഒക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സോ കൊള്ളാം. അതിന് അങ്ങോട്ട് പോകുന്നതിന് മുന്നേ വേൾഡ് ട്രേഡ് സെൻറ്റർ കാണാൻ പോകുന്നതിന് മുന്നേ വേറൊരു വൈബുള്ള ഒരു സംഭവം. ഇവിടെയാണ് പണ്ടത്തെ ട്വിൻ ടവേഴ്സ് ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലം. ഇപ്പോൾ അവിടെ ഒരു മെമ്മോറിയൽ ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. സോ 2 ട്വിൻ ടവേഴ്സ് ഇടുന്നതിൻ്റെ ഫുട് പ്രിൻറ്റ്സിൽ അവരൊരു റിഫ്ലക്റ്റിംഗ് പൂൾ പോലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് അവിടെ മരിച്ച ആൾക്കാരുടെ പേരൊക്കെ എഴുതിയ ഒരു മെമ്മോറിയൽ പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ 9/11 ആ ടെററിസ്റ്റ് അറ്റാക്കിനെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടെററിസ്റ്റ് അറ്റാക്ക് ഇൻ ദ വേൾഡ് എന്ന് തന്നെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് കുറേ ഡോക്യുമെൻ്ററീസും കുറേ ഫിലിംസും അങ്ങനെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അങ്ങനെ കുറേ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററീസ് അല്ലാതെ യൂട്യൂബിൽ തന്നെ അങ്ങനെ കുറേ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ടാൽ കുറച്ചും കൂടെ ഇൻഡെപ്തായിട്ട് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് നടന്നത് എന്നൊക്കെ ഉള്ളത്. അടച്ചുപോയി. പിന്നെ ഇത് July 4th ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അത് ക്ലോസ് ചെയ്തേക്കും. അവിടെ നിന്ന് ഫയർ വർക്ക്സ് ഒക്കെ നടക്കുന്നത്, അപ്പോൾ അവിടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വന്നു കഴിഞ്ഞാൽ ലംബോ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് ഡൗൺ അണ്ടർ മാൻഹാട്ടൻ ഓവർപാസ് മാൻഹാട്ടൻ ബ്രിഡ്ജ്
ബ്രിഡ്ജ് ഓവർപാസ്. അപ്പോൾ ആ വ്യൂ കാണാൻ വന്നു. അതാണ് ഈ വ്യൂ. ഇതാണ് ഡംബോ എന്ന് പറയുന്നത്. ലൈക്ക് ഗൂഗിൾ ഫോട്ടോ ഒക്കെ അടിച്ച് ഡംബോന്ന് സിനിമകളിലൊക്കെ ഡംബോന്ന് അടിച്ചു കൊടുത്താൽ ഈ 2 ബിൽഡിങ്, മരം, ബ്രിഡ്ജൊക്കെ. സോ അതാണ് നമ്മുടെ വ്യൂ. അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സോ രാവിലെ വേൾഡ് ട്രേഡ് സെൻറ്റർ, മെട്രോ സ്റ്റേഷൻ, അത് കഴിഞ്ഞിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി, അത് കഴിഞ്ഞിട്ട് വേൾഡ് ട്രേഡ് സെൻറ്റർ ഇരുന്ന സ്ഥലം, പിന്നെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് പോയി, പക്ഷെ കാണാൻ പറ്റിയില്ല, അടച്ചിട്ടേക്കായിരുന്നു ജൂലൈ 4th അതിൻ്റെ പ്രമാണിച്ച്. അത് നമ്മൾ ഡംബോ പോയി. അത് കഴിഞ്ഞിട്ട് തിരിച്ച് കാർ വെച്ചേക്കുന്നവിടത്തേക്ക് വന്നു. ഇനിയിപ്പോൾ കഴിക്കാൻ പോയിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യും. സോ എല്ലാവർക്കും ഫസ്റ്റ് പാർട്ട് ഓഫ് ന്യൂയോർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. സോ ന്യൂയോർക്ക് പാർട്ട് 2 കമ്മിങ്.